നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഇവരെയും നയിക്കുമാറാകട്ടെ. ഭക്ഷ്യരാജിയാണ് നമ്മുടെ വിഷയം. ഇപ്പം ഭക്ഷണത്തിന്റെ അടുക്കി വെക്കൽ, ഒരു ക്രമരാജി എങ്ങനെയാണെന്നുള്ളത്, ദഹിക്കുന്നതിന്റെ ഒരു ഘട്ടം അനുസരിച്ച്. അപ്പോ അതിൽ സസ്യഭക്ഷണം എന്നുള്ളത് നമ്മൾ സംസാരിച്ചു. സസ്യേതര ഭക്ഷണം എന്ന് പറയുമ്പോൾ മാംസം തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് സംസാരിച്ചു. ഇനി ഈ ഗണത്തിലൊന്നും പെടുത്താൻ പറ്റാത്തതിനെ നമ്മൾ ദിവസം തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ വിശുദ്ധ ഭക്ഷണങ്ങളായിട്ട് കരുതിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളാണെങ്കിലും ശരി, നമുക്ക് ഈ പാക്കറ്റിൽ പൊതിഞ്ഞു കിട്ടിയ സാധനങ്ങളാണെങ്കിൽ ശരി, വർണ്ണാഭമായ രൂപത്തിൽ വർണ്ണാഭമായ നിറത്തിൽ വർണ്ണാഭമായ ഗന്ധത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് തിന്നേ അടങ്ങും എന്നുള്ള രീതിയാണ് നമുക്കുള്ളത്. പിന്നെ പലതും കുപ്പിയിലൊക്കെ ആക്കിയിട്ട് കണ്ണാടി ഭരണകളിൽ വെച്ചിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിക്കും. വിശുദ്ധ ഭക്ഷണമാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ അത്തരം ഭക്ഷണത്തിന്റെ ഒരു രാജിയെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ഇത് നല്ലതാണെന്നല്ല, ഇതിൽ ഏറ്റവും എളുപ്പം ലയിക്കുന്നത് ആദ്യം പറയും, ഇതിൽ ഏറ്റവും അവസാനം ബ്രേക്ക് ഡൗൺ ആകുന്നത് അല്ലെങ്കിൽ ദഹിക്കുന്നത് അവസാനം പറയുകയും ചെയ്യുന്ന ഒരു ക്രമം സൂചിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാണ്ട് ഇത് ലളിതമാണെന്ന് പറഞ്ഞു എന്ന് വെച്ചിട്ട് ആപേക്ഷികമായി ലളിതമാണെന്നുള്ള അർത്ഥത്തിലാണ് എടുക്കേണ്ടത്. അല്ലാതെ ഇത് നല്ലതാണ് എന്ന അർത്ഥത്തിൽ എടുക്കുകയേ അരുത് എന്ന ഒരു സൂചന തന്നുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. Artificial and synthetic foods vary from simple sugars to complex lab-made mixtures in digestion. കൃത്രിമവും സാങ്കേതികവുമായ ഭക്ഷണങ്ങൾ, വ്യാവസായീകരണത്തിന്റെ സംഭാവനയായ കൃത്രിമവും സിന്തറ്റിക്കുമായ ഭക്ഷണങ്ങളിൽ ലളിതമായ രാസവസ്തുക്കൾ മുതൽ അതീവമായി സാങ്കേതിക രൂപകൽപ്പന ചെയ്ത ഉൽപ്പന്നങ്ങൾ വരെ ദഹന സങ്കീർണതയുടെ ഒരു ക്രമരാജി പിന്തുടരുന്നു. ദഹനം തീരെ ആവശ്യമില്ലാത്ത ശുദ്ധീകരിച്ച പഞ്ചസാരകളാണ് ഈ ഗണത്തിൽ അപേക്ഷികമായി ഏറ്റവും ലളിതമായവ. ശുദ്ധീകരിച്ച അന്നജങ്ങൾ വേഗത്തിൽ ദഹിക്കുകയും ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ശുദ്ധീകരിച്ച എണ്ണകൾ എളുപ്പത്തിൽ ആഗിരണം ചെയ്യപ്പെടുമെങ്കിലും ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് ഭാരമാണ്. പാക്കേജ് ചെയ്ത പാനീയങ്ങളിലെ പഞ്ചസാരയും രാസവസ്തുക്കളും ദഹന വ്യവസ്ഥയ്ക്ക് സമ്മർദ്ദം ഉണ്ടാക്കുന്നു. നിറങ്ങളും പ്രിസർവേറ്റീവുകളും പോലുള്ള അഡിറ്റീവുകൾ ദഹിക്കാൻ എളുപ്പമാണെങ്കിലും കരളിന് ഭാരമാണ്. അൾട്രാ പ്രോസസ് ചെയ്ത ലഘുഭക്ഷണങ്ങൾ, കൊഴുപ്പുകൾ, അന്നജങ്ങൾ, എമൽസിഫയറുകൾ എന്നിവ കൂട്ടിക്കലർത്തുന്നത് സങ്കീർണത വർദ്ധിപ്പിക്കുന്നു. പ്രോട്ടീൻ പൊടികൾ സാന്ദ്രമായ ഐസൊലേറ്ററുകളായതിനാൽ ഉപാപചയ പ്രവർത്തനം അത്യാവശ്യമാണ്. സംസ്കരിച്ച മാംസങ്ങളിൽ ബൈൻഡറുകളും പ്രിസർവേറ്റീവുകളും ചേർക്കുന്നു. റെഡിമെയ്ഡ് ഭക്ഷണങ്ങളിൽ സ്റ്റെബിലൈസറുകളും കട്ടിയുള്ള കൊഴുപ്പുകളും ഉപയോഗിക്കുന്നു. ഇവയിൽ അവസാനമായി വരുന്ന സിന്തറ്റിക് പലഹാരങ്ങളും ലാബ് ഭക്ഷണങ്ങളും കുടലിനെ അസ്വസ്ഥമാക്കുന്ന സങ്കീർണ മിശ്രിതങ്ങളാണ്. വെറുതെ പറഞ്ഞുപോയി എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത്തരം ഭക്ഷണങ്ങൾ നമ്മളിവിടെ ലിസ്റ്റ് ചെയ്ത് പറഞ്ഞ ഭക്ഷണങ്ങളെല്ലാം തന്നെ വ്യാവസായീകരണത്തിന്റെ ഭാഗമായി ഉണ്ടായതാണ്, കൃത്രിമമായി നമ്മൾ ഉണ്ടാക്കിയതാണ്. ഓരോ നാട്ടിലെയും സംസ്കാരങ്ങൾ അതാത് നാടിന്റെ ഉപയോഗങ്ങൾക്കായിട്ട് ചില പ്രത്യേക രീതിയിൽ ഭക്ഷണത്തെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ കേക്കുകൾ ഉണ്ടാകുന്നത്, ബ്രെഡുകൾ ഉണ്ടാകുന്നത് ഒക്കെ അങ്ങനെയാണ്. നമ്മൾ ഈ പാചകം ചെയ്ത ഭക്ഷണങ്ങൾ ഉണ്ടാകുന്നതൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ അവയെ നമുക്ക് ഈ ഭക്ഷണത്തെ ഉരുത്തിരിച്ച് വരിക്കുന്ന, ഭക്ഷണത്തെ സംസ്കരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. സത്യത്തിൽ അത് തന്നെയാണ് കൃത്രിമ ഭക്ഷണത്തിന്റെ ആദ്യഘട്ടം. കേട്ടോ, നിങ്ങൾ വീട്ടിൽ ചോറുണ്ടാക്കി കഴിക്കുന്നില്ലേ, അത് തന്നെയാണ് കൃത്രിമ ഭക്ഷണത്തിലെ ആദ്യഘട്ടം എന്ന് മനസ്സിലാക്കുക. മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അംഗീകരിക്കുക. നിങ്ങൾ സമ്മതിച്ചിട്ടില്ലെങ്കിൽ പ്രകൃതിയിൽ മാറ്റം വരാനൊന്നും പോകുന്നില്ല. നിങ്ങളത് സമ്മതിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളിൽ മാത്രമാണ് മാറ്റം ഉണ്ടാകാതെ പോകുന്നത്, നിങ്ങളിൽ മാത്രമാണ് ദുരിതങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് മാറ്റം ആവശ്യമാണെങ്കിൽ നിങ്ങൾ ഇത് സമ്മതിച്ചേ മതിയാവും. അപ്പോ അതിനുശേഷം പിന്നീട് ബാക്കിയുള്ള മാറ്റങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്ന വ്യാവസായീകരണമാണ്. ഒരു 200-300 കൊല്ലം ആയിട്ട് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന, എന്ത് കിട്ടിയാലും അതിനെ വ്യവസായമാക്കുന്ന വ്യവസായവൽക്കരണത്തിന്റെ ഒരു ഭാഷയിലേക്ക് അതിനെ കൊണ്ടുവരുന്നതാണ്. അപ്പോ നമ്മൾ ഈ സയന്റിസം
അല്ലെ ശാസ്ത്രമതം പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, എന്ത് കാര്യങ്ങളും പ്രൂവൺ ആകണം എന്നുണ്ടെങ്കിൽ അത് ആവർത്തിച്ച് ചെയ്യാൻ പറ്റണം, അത് കൂടുതൽ പേർ ചെയ്യണം എന്നൊക്കെ പറയുന്ന കുറച്ച് സാങ്കേതിക പദങ്ങൾ. ഇത് സത്യത്തില് വ്യാവസായീകരണത്തിന്റെ ഭാഷയാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ അത് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഭക്ഷ്യങ്ങളെയാണ് കൃത്രിമ ഭക്ഷണം എന്ന് പറയുന്നത്. വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ഒരേപോലെ തന്നെ ചെയ്യാൻ പറ്റും. യാദൃശ്ചികമായിട്ട് ഒരിക്കലും ഉണ്ടാക്കുന്നത് തന്നെയല്ല, നിരന്തരം ആവർത്തിച്ച് ചെയ്യാൻ പറ്റുന്നത്. രണ്ടാമത്തെ കാര്യം നിർത്ത്, സിന്തറ്റിക് എന്ന് പറയുന്നത് ലബോറട്ടറിയിൽ ഉണ്ടാക്കുന്നത്. ഈ കൃത്രിമ ഭക്ഷണം എന്ന് പറയുന്നതിന്റെ ഒറിജിൻ റൂട്ട് തപ്പിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന് ഈ നമ്മൾ സസ്യജന്യ ഭക്ഷണം അല്ലെങ്കിൽ മാംസ്യജന്യ ഭക്ഷണം അല്ലെങ്കിൽ സസ്യം അല്ലെങ്കിൽ മാംസം എന്നുള്ള ഒരവസ്ഥയിലേക്ക് പോകും. സിന്തറ്റിക് എന്ന് പറയുന്നതിന് അങ്ങനെ ഒരു റൂട്ട് ഉണ്ടാവില്ല. അത് മണ്ണിൽ നിന്നും കുഴിച്ചെടുക്കുന്ന അയിരുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള രാസവസ്തുക്കളിൽ നിന്നോ ഉണ്ടാക്കുന്നതായിരിക്കും, പെട്രോളിയത്തിൽ നിന്ന് ഉണ്ടാക്കുന്നതൊക്കെ ആയിരിക്കും. അതിനാണ് സിന്തറ്റിക് എന്ന് പറയാം. പെട്രോളിയം ഒരു പ്രധാന ഘടകമാണ്. സിന്തറ്റിക് എന്ന് പറയുന്ന സിന്തറ്റിക് ഭക്ഷണത്തിലെ ഏറ്റവും പ്രധാന ഘടകം പെട്രോളിയമാണ്. അപ്പൊ അതിന് ലളിതമായ രാസവസ്തുക്കൾ ഉണ്ട്, വളരെ സിമ്പിൾ ആയിട്ടുള്ള രാസവസ്തുക്കൾ മുതൽ അതീവ സങ്കീർണമായി രൂപകൽപ്പന ചെയ്ത ഉൽപ്പന്നങ്ങൾ വരെയുണ്ട്. ഇവയെല്ലാം ഈ ദഹന വ്യവസ്ഥയുടെ ഈ ഒരു സ്പെക്ട്രത്തിനകത്ത് ദഹിക്കാൻ എടുക്കുന്ന സമയത്തിനും സങ്കീർണതയ്ക്കും അനുസരിച്ച് ഒരു രാജി പിന്തുടരുന്നുണ്ട്. ഇതിൽ രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സിന്തറ്റിക് ഫുഡുകൾ പലതും പെട്ടെന്ന് ദഹിക്കുന്നതാണ്. പിന്നെന്താ കുഴപ്പം എന്നുള്ളത്? ദഹിക്കുക എന്ന് വെച്ചാൽ എന്താ? ബ്രേക്ക് ഡൗൺ ചെയ്യുക, അല്ലെ? ബ്രേക്ക് ഡൗൺ ചെയ്യുക. ദഹിക്കുക എന്ന് പറയുന്നത് സാധാരണ പറയുന്നത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിനെയാണ്. ഇപ്പൊ പഞ്ചസാര നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറുന്നു, ദഹിക്കേണ്ട യാതൊരു എഫേർട്ടും ഇല്ല, അത് ഈസി ആയിട്ട് ശരീരത്തിന് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. പിന്നെ എവിടെയാണ് കുഴപ്പം? ഈ എക്സ്ട്രാക്ട് ചെയ്ത ഷുഗർ എന്ത് പ്രോസസ്സിലേക്കാണ് കടന്നു പോവുക? നേരെ അതിനകത്തുള്ള ടോക്സിൻസിനെ കളയാനായിട്ട് നേരെ കരളിലേക്ക് കയറും. ഈ പ്രോസസ് ചെയ്ത ഷുഗർ എന്ന് പറയുന്നത് ഇപ്പൊ പഞ്ചസാര നീരോ അല്ലെങ്കിൽ മാമ്പഴത്തിലെ മധുരമോ ഫ്രക്ടോസോ മറ്റേതൊന്നും അല്ല അകത്തേക്ക് പോകുന്നത്, അല്ലേ? ഈ പോകുന്ന സാധനം ശരിക്കും എല്ലാം വേർതിരിച്ച് അതിലെ മധുര ഗുണം മാത്രം അകത്തേക്ക് ചെല്ലുന്നതാണ്. അപ്പൊ ആ മധുര ഗുണം മാത്രമായിട്ട് അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് അതിനെ വിഘടിപ്പിക്കാനുള്ള എൻസൈമുകൾ അതിന്റെ കൂടെ ഉണ്ടാവില്ല. അതിനെ പരിവർത്തനം ചെയ്യിക്കാനുള്ള യാതൊരു ജൈവരാശികങ്ങളും അതിനകത്ത് ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെയാവുന്ന സമയത്ത് ശരീരം കുടലിലേക്ക് ഇത് ചെന്ന് കഴിയുമ്പോൾ ഉടനെ തന്നെ അവിടെ ഒന്നും ഗ്ലൂക്കോസ് ആണെന്ന് കണ്ടു, അതിനെ പ്രത്യേകിച്ച് ഒന്നും ചേർക്കാനൊന്നുമില്ല. ഗ്ലൂക്കോസ് അല്ലാത്ത സാധനങ്ങളിലാണ് ഗ്ലൂക്കോസ് വേർതിരിക്കാൻ നമുക്ക് അതിനകത്തേക്ക് ചില എൻസൈമുകൾ ചേർക്കേണ്ടത്. ഇത് ഗ്ലൂക്കോസ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്നും ചേർക്കേണ്ടതല്ല, നേരെ അതങ്ങ് എടുക്കും. എടുത്തു കഴിയുമ്പോൾ പിന്നെന്താ ഉണ്ടാവുക? അത് പിന്നെ ലിവറിലേക്ക് പോകും. ലിവറിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ഈ സാധനം ജൈവമാണോ അല്ല, ഇത് ഭക്ഷ്യമാണോ അല്ല, ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ ഇതെന്താണ്? പിന്നെ അതിനെ എന്താക്കി മാറ്റണമെന്ന് ലിവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ആ ശ്രദ്ധയ്ക്കനുസരിച്ച് അതിനെ പരിവർത്തനം ചെയ്ത് ഒന്നുകിൽ ശരീരത്തിന് ഗുണകരമാകുന്ന രീതിയിലുള്ള ഒരു ഷേപ്പിലേക്ക് അതിനെ മാറ്റും, അല്ലെങ്കിൽ ഇതിനെ നിർവീര്യമാക്കുന്ന കുറെ ഘടകങ്ങൾ അതിനകത്തേക്ക് കൊടുക്കും. ഇതെങ്ങനെയെല്ലാം ചെയ്തിട്ട് ശരീരം ഒരു വല്ലാത്ത രീതിയിൽ പ്രവർത്തിച്ചു പോകും. ഇത് കരളിന്റെ കാര്യം. ഇതേപോലെ പാൻക്രിയാസ് ഇതിനോട് റിയാക്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഓരോന്നും ആക്ട് ചെയ്യുന്നത് ഒരു പ്രത്യേക വേർഡായിട്ടുള്ള അവസ്ഥയിലായിരിക്കും. വളരെ അസംബന്ധമായ ഒരു രീതിയിലായിരിക്കും ശരീരത്തിന്റെ മറ്റ് അവയവങ്ങൾ പ്രവർത്തിക്കുക. അപ്പോ ദഹനം തീരെ ആവശ്യമില്ലാത്ത ശുദ്ധീകരിച്ച പഞ്ചസാരകളാണ് ഈ ഗണത്തിൽ ആപേക്ഷികമായി ഏറ്റവും ലളിതമായവ. ഞാൻ പറഞ്ഞല്ലോ, ദഹനം ആവശ്യമേ ഇല്ല എന്നുള്ള രീതിയിലാണ് ഇത് ആക്ട് ചെയ്യുക. ശുദ്ധീകരിച്ച അന്നജങ്ങൾ വേഗത്തിൽ ദഹിക്കും. ഇപ്പോ നമ്മുടെ എന്താ പറയാ മൈദ അകത്തേക്ക് ചെല്ലുന്നു. അല്ലെങ്കിൽ ഇപ്പോ മറ്റേ ചോറ് തന്നെ എടുക്കുക. നമ്മൾ അതിന്റെ തവിട് കളഞ്ഞു, മറ്റുള്ള കാര്യങ്ങളെല്ലാം കളഞ്ഞു. എന്തുകൊണ്ടാണ് തവിടുള്ള അരി കഴിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട്? നിപ്പില് എക്സ്ട്രാക്ട് ചെയ്യാൻ ശരീരത്തിന് കഴിയും. ദഹനം എന്നുള്ള പ്രോസസ്സിലെ ആദ്യ ഭാഗം പൊളിച്ചെടുക്കല് വളരെ പെട്ടെന്ന് കഴിയും, എക്സ്ട്രാക്ട് ചെയ്യല് പെട്ടെന്ന് കഴിയും. ഇത് കഴിച്ച ഉടനെ തന്നെ ശരീരം ഇതിനെ എക്സ്ട്രാക്ട് ചെയ്യും. പക്ഷെ ഉപാപചയ പ്രവർത്തനത്തിന്റെ വഴിയിലേക്ക് എത്തുന്ന സമയത്ത് ഇതിനകത്ത് ജീവന്റെ അംശമില്ല, ബൈൻഡിങ് എലമെന്റുകളില്ല.
ഇങ്ങനെയുള്ളത് ഒന്നും ഇല്ലാതെയാവുന്ന സമയത്ത് മെറ്റാബോളിക് ആക്ടിവിറ്റി തകരാറിലാവും, അവിടെ ഭാരം വരികയാണ് ചെയ്യുക. അതുപോലെ തന്നെ പാക്കേജ് ചെയ്ത പാനീയങ്ങൾ, നമ്മളിപ്പോ കൊക്കോള പോലുള്ള കോളകളിലുള്ള പാനീയങ്ങളില്ലേ, അതിലെ പഞ്ചസാര, രാസവസ്തുക്കൾ തുടങ്ങിയവ ഇതേപോലെ തന്നെ നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് സമ്മർദ്ദം ഉണ്ടാക്കുന്നത്. ദഹനവ്യവസ്ഥ ദഹനത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ഇത് ഈസി ആയിട്ട് കിടക്കുകയും ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ താറുമാറുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. അത് ശരീരത്തിനെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ചെയ്യിക്കും, ഭക്ഷണമാണെന്നുള്ള രീതിയിൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കും. പിന്നെ അഡിറ്റീവുകൾ, പല ഭക്ഷണങ്ങളിലും ഈ അഡിറ്റീവുകൾ ഉണ്ട്. അഡിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രിസർവേറ്റീവ്സ്, ഇത് കേടുവരാതെ സൂക്ഷിക്കാറുള്ളവ. കേടുവരാതെ സൂക്ഷിക്കുക വെച്ചാൽ ഇതിന്റെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നവയാണ്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലേവേഴ്സ്, കളേഴ്സ് തുടങ്ങിയ കാര്യങ്ങൾ, ഇത് കരളിന്റെ ഭാരമാണ്. അതുപോലെ തന്നെ അൾട്രാ പ്രോസസ് ചെയ്ത ലഘുഭക്ഷണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ മറ്റേ കൊഴുപ്പുകൾ, അന്നജങ്ങൾ, എമൽസിഫയറുകൾ എന്നിവ കൂട്ടിക്കലർത്തുന്നത് കൊണ്ടാണ് ഈ ഇപ്പൊ കേക്ക് പോലുള്ള കാര്യങ്ങളുണ്ടല്ലോ, അൾട്രാ പ്രോസസ് ചെയ്തിട്ടുള്ള വളരെ മൈന്യൂട്ട് പ്രോസസ്സിംഗിന്റെ സാധനങ്ങളെല്ലാം ഒരുമിച്ച് ചേർക്കുന്നത്. അതില് മറ്റേ കൊഴുപ്പുകൾ ഉണ്ടാവും, അന്നജങ്ങൾ ഉണ്ടാവും, എമൽസിഫയറുകൾ ഉണ്ടാവും. എമൽസിഫയർ എന്ന് വെച്ചാൽ 2 ഡെൻസിറ്റി ഉള്ള സാധനങ്ങളെ ചേർത്ത് ഒറ്റ ദ്രവമാക്കുന്ന അവസ്ഥയാണ് എമൽസിഫയർ. എമൽഷൻ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. 2 ദ്രവങ്ങൾ, ഇപ്പോ പാലില് വെള്ളവും കൊഴുപ്പും ഒരിക്കലും ഒരുമിച്ച് ചേരാത്ത 2 കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ടാണ് അത് ബിൽഡ് ചെയ്ത് വരുന്നത്. അതൊരു എമൽഷൻ ആണ് മിൽക്ക് എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയ കൂടില്ല, അത് പ്രകൃതി തന്നെ ഉരുവാക്കണം. അങ്ങനെ ഉരുവാക്കുന്ന രീതിയിൽ എമൽസിഫയറുകൾ കൂടെ കൂട്ടിച്ചേർത്തത്, ഈ വ്യത്യസ്ത രൂപത്തിലുള്ള കാര്യങ്ങളെ ഒരുമിച്ച് ചേർക്കുന്ന രീതിയിലുള്ള എമൽസിഫയറുകൾ കൂട്ടിച്ചേർത്ത് ആണ് പലപ്പോഴും അൾട്രാ പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങൾ, ഈ ബേക്കറിയിൽ കിട്ടുന്ന സാധനങ്ങൾ. എനിക്ക് അത്ര വരെ പറയാൻ അറിയുള്ളൂ എന്നൊരു പരിമിതി ഇതിനകത്തുണ്ട്. കാരണം ഞാൻ ബേക്കറി പ്രൊഡക്റ്റിന് അപ്പുറത്തുള്ള ഈ മാളുകളിലൊക്കെ കിട്ടുന്ന അതിസങ്കീർണ ഭക്ഷണങ്ങളൊന്നും ഞാൻ കഴിച്ചിട്ടില്ല, കണ്ടിട്ട് പോലുമില്ല. അപ്പൊ അതേക്കുറിച്ച് വായിച്ചു കേട്ടതോ പറഞ്ഞു കേട്ടതോ വെച്ചിട്ടാണ് പറയുന്നത്. എനിക്ക് എന്റെ അനുഭവമല്ല ഈ പറയുന്നതിലെ ചില കാര്യങ്ങൾ. അപ്പോ അതുകൊണ്ട് തന്നെ പറയുന്നതിന് ക്ലാരിറ്റി കുറച്ച് കുറവായിരിക്കും. എനിക്ക് ക്ലാരിറ്റി കുറവാണ്, പിന്നെ എനിക്ക് വിശദീകരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ പറയേണ്ട ഒരു അവസ്ഥയുള്ളതുകൊണ്ട് പറയുന്നത് മാത്രം. അപ്പൊ ഈ എമൽസിഫയറുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് കുറെ കൂടെ സങ്കീർണമായിരിക്കും. ഇത് വളരെ സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത്. ഇപ്പോ പ്രായമായ ആളുകൾ ആശുപത്രിയിൽ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഉടനെ തന്നെ ഒരു പാക്കറ്റ് പ്രോട്ടീൻ പൗഡർ കൊടുക്കും. ഇത് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് കൊടുത്തോളാൻ പറയും. എന്റെ അച്ഛന് അസുഖം വന്ന ആശുപത്രിയിലായി, അത് സങ്കീർണമായി കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചെയ്ത കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ ഈ മറ്റേ ആശുപത്രിയിലായിരിക്കുമ്പോൾ നമുക്ക് ചിലതിന് ആക്സസ് ഉണ്ടാവില്ലോ. ആശുപത്രിയിൽ നിന്ന് പെട്ടെന്ന് റിക്കവർ ചെയ്തതിന് ശേഷം ഞാൻ ആദ്യം ചെയ്ത കാര്യം എന്ന് വെച്ചാൽ പ്രോട്ടീൻ പൗഡർ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അതിനുശേഷമാണ് അച്ഛൻ റിക്കവർ ആയത്, അല്ലാതെ റിക്കവർ ആവില്ല അത്. അപ്പൊ പ്രോട്ടീൻ പൗഡറുകൾ സാന്ദ്രമായ ഐസൊലേറ്ററുകളാണ്. ഐസൊലേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മള് ഈ ഇപ്പൊ ഒരു ഗുണം, ഇപ്പൊ പ്രോട്ടീൻ എന്ന് പറയുന്ന ആ പ്രോട്ടീൻ എന്നുള്ള ക്വാളിറ്റി, പ്രോട്ടീനിന്റെ എന്താണോ നമുക്ക് വേണ്ടത് ആ സംഭവത്തെ അതിന്റെ സപ്പോർട്ടിങ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ നിന്ന്, അതിന്റെ സപ്പോർട്ടിങ് എൻസൈമുകളിൽ നിന്ന്, അതിന്റെ സപ്പോർട്ടിങ് ബോണ്ടുകളിൽ നിന്നൊക്കെ മാറ്റി ഇതിനെ മാത്രം ഐസൊലേറ്റ് ചെയ്തെടുക്കുന്ന ഒരു രീതി. ഇപ്പൊ പോഷകങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ ന്യൂട്രിയൻ മറ്റേ വൈറ്റമിൻസ് ആണെങ്കിൽ അതിനെ മാത്രം എക്സ്ട്രാക്ട് ചെയ്യുന്ന രീതി. അങ്ങനെ ഒരു സാധനത്തിന് ജൈവമായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനെ ജൈവമായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യത്തെ നമ്മൾ എടുത്ത് ഉപയോഗിക്കുകയാണ് ഇവിടെ ഈ പ്രോട്ടീൻ പൗഡർ പോലുള്ള ഐസൊലേറ്ററുകളിൽ ചെയ്യുന്നത്. അവിടെ ശക്തമായിട്ടുള്ള ഈ ഉപാപചയ പ്രയത്നം ആവശ്യമാണ്. കാരണം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള യാതൊരു ഘടകങ്ങളും ഇതിന്റെ കൂടെ ചെല്ലുന്നില്ല, എൻസൈമുകളില്ല എന്ന് വെച്ചാൽ, അതുപോലെ തന്നെ ഈ സസ്യജന്യമായിട്ടുള്ള രാസകങ്ങളില്ല. ഈ ഒരു മറ്റേ എലമെന്റ് മാത്രമായിട്ടാണ് പോകുന്നത്. അപ്പോ അവിടെ എല്ലാം ശരീരം ഉണ്ടാക്കേണ്ടി വരും. ഇതിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ, ഇതിനെ ജനറേറ്റ് ചെയ്യണമെങ്കിൽ, ഇതിനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എല്ലാം ശരീരം ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ മെറ്റാബോളിക് ആക്ടിവിറ്റിയിൽ വളരെ ഉയർന്ന ലോഡ് ആവശ്യമാണ്. ഈ സംസ്കരിച്ച മാംസം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇത് ഞാൻ കേട്ടുകേൾവിയാണ് പറയുന്നത്. ബൈൻഡറുകളും പ്രിസർവേറ്ററുകളും ചേർക്കുന്നത്. ബൈൻഡറുകൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പിരിഞ്ഞു പോകാതെ ചേർത്ത് നിർത്താൻ പാകത്തിലുള്ള ബൈൻഡറുകൾ. നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് ബൈൻഡിങ് നടക്കുന്നത്?
ജന്മസിദ്ധമായിട്ടുള്ള ഗ്ലൂവോണുകൾ അതിനകത്തുള്ളത് കൊണ്ടാണ് ശക്ത അണുകേന്ദ്ര ബലത്തെ അതിനകത്ത് പ്രേരിതമായതുകൊണ്ട്, ജന്മസിദ്ധമായി പ്രേരിതമായതുകൊണ്ട് നമ്മുടെ ശരീരം ഈ ചേർന്ന് ഒറ്റ ശരീരമായി നിൽക്കുന്നത്, ഘടകങ്ങളൊന്നും വേർപിരിച്ച് പോകാതെ ഒരുമിച്ച് നിൽക്കുന്നത്. ഇവിടെ അതിന് പകരം ചില രാസവസ്തുക്കൾ ചേർക്കും. രാസവസ്തുക്കൾ ചേർക്കുന്ന സമയത്ത് അത് ഈ ഘടകങ്ങളെല്ലാം ഒരുമിച്ച് ചേർക്കും, മാംസത്തെ ഒരുമിച്ച് ചേർത്ത് നിർത്തും. അതുപോലെ അതിൽ പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും. പ്രിസർവേറ്റീവ്സ് എന്ന് വെച്ചാൽ ഇതിനെ പിന്നെ വേർതിരിച്ച് പോകാതെ, ജീർണിച്ച് പോകാതെ കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലായിരിക്കും. ആലോചിച്ച് നോക്കൂ, അത്തരത്തിലുള്ള രാസികമായിട്ടുള്ള ഒരു കാര്യം അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് അതിനെ വിഘടിപ്പിക്കാൻ വേണ്ടി എന്തുമാതിരി മെനക്കേട് നടത്തേണ്ടി വരും. കാരണം ജൈവമായിട്ട് ഒത്തുചേർന്നതല്ല ഇത്. ജൈവമായിട്ട് ഒത്തുചേരാത്ത ഒരു കാര്യത്തെ രാസികമായിട്ട് ഒത്തുചേർത്ത് വയ്ക്കുമ്പോൾ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനും അതിനെ എക്സ്ട്രാക്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് ശരീരത്തിന് എന്തുമാതിരി ലോഡ് വേണ്ടി വരുന്ന ആലോചിച്ചാൽ മതി. റെഡിമെയ്ഡ് ഭക്ഷണത്തിൽ സ്റ്റെബിലൈസറുകളും കട്ടിയുള്ള കൊഴുപ്പുകളും ഉപയോഗിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പലതും പറയാൻ അറിയില്ലാന്ന്. ബേക്കറി ഐറ്റംസ് ആണ് എനിക്കറിയാവുന്ന ഈ റെഡിമെയ്ഡ് ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റെബിലൈസറും കട്ടിയുള്ള കൊഴുപ്പുകളും ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. പലതരം സാധനങ്ങൾ അതിനകത്ത് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾ വായിച്ചു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ സിന്തറ്റിക് പലഹാരങ്ങളും ലാബ് മാംസം. ലബോറട്ടറി, അതായത് ജന്തു ഒന്നും ഉണ്ടാവേണ്ട കാര്യമില്ല, നമ്മൾ ലാബിൽ തന്നെ കോശങ്ങളെ ഡെവലപ്പ് ചെയ്തിട്ട് എന്താ പറയാ ടിഷ്യൂ കൾച്ചർ ഒക്കെ ചെയ്യുന്നത് പോലെ ലാബിൽ തന്നെ നമ്മൾ മാംസം ഉണ്ടാക്കുന്നു എന്നുള്ളത്. ഈ മുമ്പേ പറഞ്ഞ കാരണങ്ങളെല്ലാം കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനമായി. അങ്ങനെയുള്ള വസ്തുക്കളെയാണ് നമ്മൾ ഇനി ഭാവിയിൽ കഴിക്കാൻ പോകുന്നത്. അതായത് നമുക്ക് ഭക്ഷണത്തിന് കൃഷിയിടം ആവശ്യമില്ല, ജീവി ആവശ്യമില്ല, സസ്യം ആവശ്യമില്ല, ഇതൊന്നുമില്ലാതെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന രീതി. ഇപ്പോ ടൗണിൽ ജീവിക്കുന്ന ഒരാളോട് നമ്മൾ ഭക്ഷണത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ഇതിങ്ങനെയല്ല സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. എന്നാ പിന്നെ ഫ്രൂട്ട്സ് കഴിക്കുന്നവരെ ഫ്രൂട്ട്സിൽ മുഴുവൻ വിഷമല്ല എന്ന് പറയും. അതായത് ജീവനുള്ള വസ്തുക്കളാണ് ഭക്ഷ്യമാകേണ്ടത് എന്ന് അറിയാത്തവർ, കൃത്രിമമായി ഉണ്ടാക്കുന്നതാണ് ഭക്ഷ്യം എന്ന് വിചാരിക്കുന്നവർ. ഈ കൃത്രിമം ആയിട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചോറും അവിയലും വരെ കൃത്രിമമായിട്ട് നമ്മൾ ചേർക്കുന്നതാണ്. പോട്ടെ, അതിനുമപ്പുറത്ത് അതിനെ മുഴുവൻ രൂപമാറ്റം വരുത്തി വറുത്തും പൊരിച്ചും കരിച്ചും കഴിക്കുന്നവയാണ് ഭക്ഷണം എന്ന് കഴിക്കുന്ന ഒരു ജനത കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് വരെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് നമ്മളൊരു നിറമുള്ള ഒരു സാധനം കിട്ടുന്നു, അതിന് കുറെ മണം ഉണ്ടാവും, കുറെ രുചി ഉണ്ടാവും, നമ്മൾ ഈ സാധനത്തെ കഴിക്കുന്നു. അത് എന്തിൽ നിന്നും വന്നതാ, അതിന്റെ ഒറിജിൻ എന്താ, അതിലെന്തെല്ലാം ചേർന്നിട്ടുണ്ടെന്ന് നമുക്ക് അറിയില്ല. നമുക്ക് പോലും അറിയാത്ത ഒരു കാര്യത്തെയാണ് നമ്മൾ നമ്മുടെ ശരീരത്തിനകത്തേക്ക് കൊടുക്കുന്നത്. ശരീരം അത് സെൻസ് ചെയ്തോളുന്നുള്ള രീതിയിൽ ശരീരത്തിന് അത് എങ്ങനെ സെൻസ് ചെയ്യാൻ കഴിയും? അത് പ്രകൃതിയുടെ നിർധരണി ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്ത് വന്നതാണെങ്കിൽ ഈ ഫോർമുലയാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് ശരീരത്തിന് മനസ്സിലാവും. ഇത് മനുഷ്യന്റെ യുക്തി കൊണ്ടുണ്ടാക്കിയ ഒരു നിർധരണി, ഒരു ഫോർമുല അല്ലെങ്കിൽ ഒരു ആൽഗോരിതമാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ശരീരത്തിന് അത് മനസ്സിലാവില്ല. അപ്പോ ശരീരം പിന്നെ ഇതിനെ എടുക്കുക എന്തായിട്ടാണ്? വിഷമായിട്ടാണ്. ഇതിനു വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന അധികം ഇപ്പൊ ഈ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഫുഡ് ശരീരത്തിനകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇതിനെ പ്രോസസ് ചെയ്യാനായിട്ട് ശരീരം ഒട്ടേറെ എൻസൈമുകളെയും ഒട്ടേറെ പുതിയ വസ്തുക്കളെയും ഉരുവാക്കേണ്ടി വരും. എന്താണെങ്കിലും അതിനകത്തൊരു രാസപ്രവർത്തനം നടത്തുന്നുണ്ട്. ആ രാസപ്രവർത്തനത്തിൽ ഉരുവാകുന്ന അധികമായി ഇതിനെ ഡിജസ്റ്റ് ചെയ്യാനായിട്ട് അധികമായി ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ പലതും ആകസ്മികമായി ഉണ്ടാകിപ്പോകുന്നതാണ്. കാരണം ശരീരത്തിന്റെ അന്ധാളിപ്പിൽ നിന്നും ഉണ്ടായി വരുന്നതാണ്. ഇത് ചെന്ന രാസവസ്തുവിനേക്കാളും വലിയ വിഷമായിട്ട് ശരീരത്തിനകത്തേക്ക് കിടക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഈ സിന്തറ്റിക് ഫുഡ് എന്ന് പറയുന്നത് ശരീരത്തിന്റെ സ്ട്രക്ചറിനെ മുഴുവൻ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന, അതിനെ അന്ധാളിപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഭക്ഷണം നമ്മുടെ ആയുസ്സിനെ ബാധിക്കും, ആരോഗ്യത്തെ ബാധിക്കും, അത് നമ്മുടെ ചിന്താ മണ്ഡലത്തെ ബാധിക്കും, നമ്മുടെ പ്രവർത്തന തത്വത്തെ ബാധിക്കും, പ്രവർത്തനത്തിന്റെ ആഗ്രഹത്തെ ബാധിക്കും, അടുത്ത തലമുറയെ ബാധിക്കും. നമുക്ക് കുഞ്ഞുങ്ങളിലാകുമ്പോൾ അടുത്ത തലമുറയെ ബാധിക്കും. അങ്ങനെ ആ ബാധയുടെ അളവ് വളരെ കൂടുതലാണ് ഈ ആർട്ടിഫിഷ്യൽ ആൻഡ് സിന്തറ്റിക് ഫുഡ് എന്ന് പറയുന്നത്. ഇപ്പൊ മാംസാഹാരം കാലങ്ങളായിട്ട് നമ്മൾ കഴിക്കുന്നുണ്ട്. അവിടെ പോലും നമ്മൾ ഈ ഒരു പരാതി പറഞ്ഞില്ല, അത് നേരെ ദഹിക്കില്ല എന്നേ പറഞ്ഞു. പക്ഷെ ഇതില് നമ്മളിപ്പോ ഈ അഹിംസയുടെ കുറെ ആളുകൾ വന്നിട്ടുണ്ട്. അവർ പറയുന്നത് ഒരു ജീവിയെ കൊല്ലേണ്ട കാര്യമില്ലല്ലോ,
ലാബിൽ നമുക്ക് മാംസം കിട്ടുമ്പോൾ ഒരു ജീവിയെ കൊല്ലാതെ നമുക്ക് തിന്നാമല്ലോ, അഹിംസ മുട്ട നമുക്ക് കഴിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവയെല്ലാം കഴിച്ചു കയറുണ്ടാവുന്ന ശരീരത്തിന് അട്ടർ കൺഫ്യൂഷനാണ്. അത് വിഷമായിട്ട് മാറുകയാണ് ചെയ്യുക. അത് നമ്മളെയും നമ്മുടെ പരിസ്ഥിതിയെയും നമ്മുടെ ചുറ്റുപാടിനെയും നമ്മുടെ തലമുറകളെയും വല്ലാതെ ബാധിക്കും. അതുകൊണ്ട് തന്നെ അത്തരം ഭക്ഷണങ്ങളൊരു വലിയ നോ പറയാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഈ അറിയാതെ അറിവ് പങ്കിട്ട ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ആർട്ടിഫിഷ്യൽ ആൻഡ് സിന്തറ്റിക് ഫുഡ്സിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പൊ ഈ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു സിമ്പിളല്ല, ദഹിക്കാൻ സിമ്പിളാന്ന് പറഞ്ഞത്. ദഹിക്കാൻ സിമ്പിൾ എന്നുള്ളതല്ല അതിൻ്റെ അകത്തെ പ്രശ്നം. അതിന്റെ കണ്ടന്റിന്റെ ഇതാണ്. കണ്ടന്റിന്റെ ആ ഒരു ഇത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അതിൽ വരുന്നത്. നേരെ അബ്സർവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ പഞ്ചസാരയുടെ തന്നെ ഏറ്റവും ഇതായിട്ടുള്ള ശുദ്ധീകരിച്ച പഞ്ചസാര എന്ന് പറയുന്നത് സുക്രോസ് എന്നുള്ള രീതിയിൽ അത് പെട്ടെന്ന് എടുത്ത് അത് തന്നെ ഗ്ലൂക്കോസ് ആയി കഴിഞ്ഞു. അവിടെ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അത് ഗ്ലൂക്കോസ് സ്പൈക്ക് ചെയ്യുകയാണ്. നമുക്ക് വേണ്ട ആ ഗ്ലൂക്കോസ് സ്പൈക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്പൈക്ക് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള ഘടകങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ സ്പൈക്ക് നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഈ ഡയബറ്റീസുകാർക്കൊക്കെ പെട്ടെന്ന് സ്പൈക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള പഞ്ചസാര അല്ലെങ്കിൽ റിഫൈൻഡ് ഫ്ലവർ, സ്റ്റാർച്ച് അത് പെട്ടെന്ന് ദഹിച്ച് അത് പെട്ടെന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിന് വേണ്ടിയതായുള്ള ബാക്കിയുള്ള സംഗതികളൊന്നും ശരീരത്തിൽ കയറിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഇത് സ്പൈക്ക് ചെയ്തു. അപ്പൊ എന്താ പറ്റുന്നത്, നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത് സ്ലോ ഫുഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. നമ്മുടെ പ്രകൃതിദത്തമായ ഫുഡുകളെല്ലാം സ്ലോ ഫുഡാണ്. അത് ദഹിക്കുന്നതിന് അനുസരിച്ചിട്ട് അതിന്റെ സ്ട്രക്ചർ, ആ ഇന്റഗ്രേറ്റഡ് സമഗ്രത ഉണ്ടാക്കിയിരിക്കുന്ന പ്രകൃതി ഉണ്ടാക്കിയ സമഗ്രതയാണ് അതപ്പോൾ അത് ദഹിച്ചു വരുന്ന സമയത്ത് അത് വേണ്ട രീതിയിൽ അത് അബ്സോർവ് ചെയ്യാനുള്ള ഒരു ഇതാണ് നമ്മൾ കാണുന്നത്. അതിനാണ് നമ്മൾ സ്ലോ ഫുഡിനെ പ്രത്യേകിച്ച് പറയുന്നത് ഈ നാച്ചുറോപ്പതിയിൽ. ഇതിനകത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രിസർവേറ്റീവ്സ് മുതൽ ഒരു 15 ടൈപ്പ് ഗ്രൂപ്പ് ഓഫ് അഡിറ്റീവ്സ് ഉണ്ട്. പ്രിസർവേറ്റീവ്സ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ഉണ്ട്, ടേസ്റ്റ് എൻഹാൻസേഴ്സ്, ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ്, ബൈൻഡേഴ്സ്, സ്റ്റെബിലൈസേഴ്സ്, ആന്റി ഓക്സിഡൻസ്, എമൾസിഫയേഴ്സ്, തിക്കനേഴ്സ്, ടെക്സ്ചറൈസേഴ്സ്, അസിഡിറ്റി റെഗുലേറ്റേഴ്സ്, ആർട്ടിഫിഷ്യൽ കളേഴ്സ്, ബേക്കറി അഡിറ്റീവ്സ്, ഗ്ലേസിംഗ് ഏജൻസ്. ഇത്രയും സാധനങ്ങൾ ഇതൊരു ഗ്രൂപ്പ്. ഓരോ ഗ്രൂപ്പിലും 5-6 ഐറ്റം ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-100 ഐറ്റം ഇതിൻ്റെ അകത്തുണ്ട്. ഈ ഇൻഡസ്ട്രിയൽ ഫുഡ് ഉണ്ടാക്കുന്നിടത്ത് ബേക്കറിയിൽ അതുപോലെ തന്നെ അതിൻ്റെ ആയിട്ടുള്ള പ്രത്യേകത ബേക്കറിക്കും ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇത് വേണ്ടിയെടുത്ത് വേണ്ടിയല്ല. ഇപ്പം 100 ഐറ്റം എന്ന് പറഞ്ഞാൽ 100 ചേർക്കുന്നില്ല. നമുക്ക് വേണ്ടാത്ത ഏതെങ്കിലും കുറേയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് പ്രശ്നങ്ങളായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇത് കൂടുതലുള്ള ഐറ്റം വന്നു കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് എന്തുകൊണ്ടാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ സ്വീറ്റ്നേഴ്സ് പറഞ്ഞു. സ്വീറ്റ്നേഴ്സ് നമ്മൾ ശുദ്ധീകരിച്ച പഞ്ചസാരയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ശുദ്ധീകരിച്ച പഞ്ചസാര പോയിട്ട് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സായി. ഇപ്പൊ അതിന് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്. അതിൽ 1-2-3 എണ്ണം ന്യൂറോ ടോക്സിൻസ് ആണ്. നെർവിനെ ഇതായിട്ടുള്ള പണി കൊടുക്കുന്ന ഇതാണ്. ന്യൂറോ ടോക്സിൻസ് ആയിട്ട് പല വിധത്തിലുള്ള രോഗങ്ങൾ വരുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെന്ത് ചെയ്തു, അതിന് ഇത് സ്റ്റീവിയ എന്നുള്ള നാച്ചുറൽ ഷുഗർ എന്ന് പറഞ്ഞ് സ്റ്റീവിയ എന്ന് പറയുന്ന പ്ലാന്റിന്റെ എക്സ്ട്രാക്ട് എടുത്തിട്ട് അത് ഭയങ്കര 10 ടൈംസോ 100 ടൈംസോ അങ്ങോട്ട് സ്വീറ്റനിങ് ഉള്ളതാണ്. അപ്പൊ അത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ സ്റ്റീവിയയുടെ നെഗറ്റീവ്സ് വന്നു തുടങ്ങി. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഈ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്ന, സിന്തറ്റിക് ആയിട്ട് ഉണ്ടാക്കുന്ന എല്ലാ കെമിക്കലിനും അതിൻ്റെതായിട്ടുള്ള നെഗറ്റീവ്സ് ഉണ്ട്. ഇത് ഒന്നിന് ആദ്യം സിന്തറ്റിക് ആയിട്ട് ഉണ്ടാക്കുന്നതിന്റെ പ്രശ്നം പറഞ്ഞപ്പോഴത്തേക്ക് അവർ നാച്ചുറൽ എക്സ്ട്രാക്ട് എടുത്തു. ഈ ഐസൊലേറ്റ്സ്, എക്സ്ട്രാക്ട്സ്, കോൺസെൻട്രേറ്റ്സ് ഒക്കെ എടുക്കുന്നത് അതിനെ അപ്പൊ അതിന്റെ ബേസിലായിരിക്കും അതിന്റെ മാർക്കറ്റിങ്. ഇപ്പൊ എങ്ങനെ മാർക്കറ്റ് ചെയ്താലും ഏറ്റവും ബേസിക്കായിട്ട് മൈക്കൽ പോളന്റെ ഒരു ഇതുണ്ട്, ഫുഡിനെ പറ്റിയുള്ള ഒരു 2-3 ബുക്കുകളുണ്ട്. അപ്പൊ അതിൽ മൈക്കൽ പോളന്റെ ഏറ്റവും ബേസിക് തിയറി ഒരു 10-100 അതിൽ ഏറ്റവും ബേസിക് തിയറിയാണ് ഡോണ്ട് ബൈ എനിത്തിങ് ഫ്രം സൂപ്പർ മാർക്കറ്റ് എന്നുള്ളതാണ്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ഒന്നും കഴിക്കാൻ കൊള്ളരുതാത്തതാണ് അയാളുടെ തിയറി തന്നെ. മൈക്കൽ പോളന്റെ ബുക്കുകൾ ഉണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇൻ ഡിഫൻസ് ഓഫ് ഫുഡ് എന്നും പറഞ്ഞിട്ട് ഉണ്ട്. അതിൻ്റെ ഒരു 10 തിയറി ഉണ്ട്. അതിൽ ആ 10 ഇൻസ്ട്രക്ഷനും വളരെ ഇതാണ്. അത് വേണമെങ്കിൽ ഞാൻ ഇട്ട് തരാം പിന്നീട്. അപ്പൊ ഇതാണ് ഇതിൻ്റെ അകത്ത് പല പ്രശ്നങ്ങളും ഉള്ളത്.
അതുപോലെ ഈ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സിൽ ന്യൂറോടോക്സിൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ ടേസ്റ്റ് എൻഹാൻസേഴ്സിൽ ഏറ്റവും ഇതായിട്ട് പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് MSG ആണ്, മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ മാഗി നൂഡിൽസിൽ എല്ലാത്തിലും വരുന്നത്. നൂഡിൽസ് മാത്രമേ ഉള്ളെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ബേക്കറി പ്രൊഡക്റ്റ് എല്ലാത്തിലും ഇടുന്നുണ്ട്. അപ്പൊ ബേക്കറി പ്രൊഡക്റ്റിനോട് പിള്ളേർക്ക് താല്പര്യം തോന്നാൻ കാരണം, അഡിക്ഷൻ തോന്നാൻ കാരണം ഈ MSGയുടെ ഇതാണ്. അതായത് അഡിക്റ്റീവ് ആണ്, ന്യൂറോടോക്സിനുമാണ് MSGയുടെ. അപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലംസ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകൾ, നെഗറ്റീവ്സ് എല്ലാം റിസർച്ചിലൂടെ പുറത്തു വരുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് എന്താ കാര്യം, അതിന്റെ റിസർച്ചിൽ പറയുന്നതിന്റെ ഒരു 1% പോലും നമുക്ക് പൊതു മീഡിയയിൽ വരുന്നില്ല, പേപ്പറിലോ സോഷ്യൽ മീഡിയയിലോ എങ്ങും വരുന്നില്ല. അത് അമർത്തി വെച്ചിട്ട് അതിന്റെ 10 ഇരട്ടി അഡ്വർടൈസ്മെന്റ് കൊടുക്കുകയാണ് മറ്റുള്ളതിന്. അപ്പൊ അത് ഈ ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അതിനെ കവർ ചെയ്യാനായിട്ട് ഇപ്പൊ പറഞ്ഞ സിന്തറ്റിക് എന്ന് പറഞ്ഞ പ്രോബ്ലം എന്ന് പറഞ്ഞപ്പോൾ നാച്ചുറൽ എന്ന് പറയും. അതല്ല നമ്മൾ നോക്കേണ്ടത്. ഇതൊരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കിയതാണെങ്കിൽ അത് സൂട്ടബിൾ അല്ല എന്നുള്ളൊരു തിയറിയാണ്. മൈക്കൽ പോളിന്റെ ആ തിയറിയാണ് ഏറ്റവും ബെസ്റ്റ് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ പല പ്രശ്നങ്ങളും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നിപ്പോ വന്നേക്കുന്നത് ലാബ് കൾച്ചേർഡ് മീറ്റ്. ലാബിൽ നമ്മൾ ടിഷ്യൂ കൾച്ചറിൽ ചെയ്യുന്ന മീറ്റുകളാണ് ഏറ്റവും ഫുഡ് ഷോർട്ടേജിന്, പ്രോട്ടീൻ ഷോർട്ടേജിന് ഏറ്റവും ബെസ്റ്റ് പരിഹാരം എന്നും പറഞ്ഞ് ഈവൻ നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് വരെ അപ്രൂവ് ചെയ്യേണ്ടതാണ് ഫുഡുകാര്. അപ്പൊ അവരും പറഞ്ഞു ഇതേ ഉള്ളൂ സൊല്യൂഷൻ എന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടെ ഇത് വരുന്ന പോലെ ഫോർട്ടിഫൈഡ് റൈസ് വരുന്ന പോലെ, ഈ ഫോർട്ടിഫൈഡ് റൈസിൻ്റെ അകത്ത് ഇത് തന്നെ പ്രോബ്ലം. അവര് ഇതിനെ പലതിനെ എല്ലാവരും കൂടെ ചേർത്ത് ഈ പറഞ്ഞ പോലെ എമൾസിഫൈഡ് ആയിട്ട് ഒരു കുഴമ്പാക്കിയിട്ട് പിന്നെ അതിനെ ഏത് രീതിയിൽ വേണമെങ്കിലും പ്രോസസ്സ് ചെയ്തിട്ട് മീറ്റാക്കി കൊടുക്കാം അവർക്ക്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അതിലും ഇതായിട്ട് വരുന്ന പ്രിന്റഡ് മീറ്റ്, എന്ത് വേണേലും പ്രിന്റ് ചെയ്ത് വരും. ഏത് മീറ്റ് ഏത് സ്ട്രക്ചറിൽ, ഇപ്പൊ ഇറച്ചിയുടെ ഏത് സ്ട്രക്ചർ വേണമെന്ന് വെച്ചാൽ ആ സ്ട്രക്ചറിൽ അത് പ്രിന്റ് ചെയ്ത് തരും. അപ്പൊ അതിനകത്തൊക്കെ ഉപയോഗിക്കുന്നത് വെച്ചാൽ അത്രയും കെമിക്കൽസും അത്രയും അതിൻ്റെ അകത്തുള്ള പ്രിസർവേറ്റീവ്സും എല്ലാം കൂടെ ഇതിനെ അങ്ങനെ ഇതെല്ലാം ഈ നമ്മൾ കഴിക്കുന്ന സംഗതികളെല്ലാം ജൈവമായിരിക്കണം നമ്മൾ പറയാറുണ്ട്. ഈ ജൈവമായിരുന്നെ അതിനെ തന്നെ നമ്മൾ പറയുന്നുണ്ട് കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിനെ പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങുമ്പോഴേ അതിൻ്റെ നേച്ചർ മാറിക്കഴിഞ്ഞു. അപ്പൊ എന്നാൽ ഏറ്റവും ഇത് കുക്ക് ചെയ്താൽ ഉടനെ കഴിക്കുക എന്നുള്ള, അതിന് പകരം മാസങ്ങളോളം ഇപ്പം ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രിയിൽ നിന്ന് അടുത്ത കൺട്രിയിലൊക്കെ എത്താൻ കണ്ടെയ്നേഴ്സിൽ പോയി എത്തുമ്പോഴത്തേക്ക് ഇപ്പം ഇവിടെ വരുന്ന പലതും അങ്ങനെ വരുന്നുണ്ട്. അത് കണ്ടെയ്നറിൽ പോയി അവിടെ എത്തുമ്പോഴത്തേക്ക് അത് ഒരു മാസമെങ്കിലും, മിനിമം ഒരു മാസത്തെ യാത്രയിലാണ് ഷിപ്പുകൾ എത്തുന്നത്. അപ്പൊ ആ രീതിയിൽ വരുന്ന ഒരു ഇതിന്റെ എന്തുമാത്രം അതിനെ പ്രിസർവ് ചെയ്യാനുള്ള പ്രിസർവ് വേണം. ഈ പറഞ്ഞ പോലെ ആന്റി ഓക്സിഡന്റ്, ഓക്സിഡൈസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ അതിന്റെ ബൈൻഡിങ് ഉള്ള ഏജൻസി വേണം. അതിനെല്ലാം ആ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ, ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യണം, ഫ്ലേവർ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ ഫ്ലേവറിന്റെ അടുത്ത പ്രശ്നം, നമുക്ക് വേണ്ടിയ എന്ത് സംഗതികളുടെയും എല്ലാ സംഗതിയിലും ആർട്ടിഫിഷ്യൽ ഫ്ലേവർ കിട്ടും. അത് ഞാനാദ്യം ഇവിടെ തിലക് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട് ഇവിടുത്തെ ഹോൾസെയിൽ മാർക്കറ്റിൽ. ആ തിലക് മാർക്കറ്റ് എന്ന് പറയുന്നത് അവിടെ പോയാണ് ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചത് തന്നെ. അവർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിൻ്റെയും ഏത് ഫുഡിന്റെ ഏത് സബ്സ്റ്റൻസിന്റെയും ആർട്ടിഫിഷ്യൽ ഫ്ലേവർ ഇവിടെ തരും. ഒരു 100 ml 12,000 അങ്ങനെ അതുണ്ടല്ലോ, അത്ര ഭയങ്കര വിലയാണ് അതിന്. കാരണം അത് ആഡ് ചെയ്ത് തന്നെ ഇപ്പൊ നമ്മൾ പാരച്യൂട്ടിന്റെ കാര്യം പറഞ്ഞു, പാരച്യൂട്ടിന്റെ അകത്ത് കോക്കനട്ട് ഫ്ലേവർ ആഡ് ചെയ്തുകൊണ്ടാണ് അത്രയും ഇത് വന്നേക്കുന്നത്. ഇതെല്ലാം വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ ഇത് അതുപോലെ തന്നെ കളറിന് ഗവൺമെന്റ് റെസ്ട്രിക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്രൂവ്ഡ് കളർ എന്നും പറഞ്ഞുകൊണ്ട് കുറെ എണ്ണത്തിന് ഇതുണ്ട്. അതും കറക്റ്റ്ലി അതല്ല. അതില് ക്യാൻസർ ഉണ്ടാക്കുന്നത് ചിലപ്പം 50 വർഷം കഴിഞ്ഞ് ക്യാൻസർ ഉണ്ടാക്കത്തുള്ളായിരിക്കും. അതല്ലല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ജൈവമായിട്ടുള്ളതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് അപ്രൂവ്ഡ് കളർ എന്ന് പറയുന്നതും ശരിയല്ല. അപ്പം അപ്രൂവ് ചെയ്യാത്ത കളറാണ് ബാക്കിയുള്ളിടത്ത് വരുന്നത്. ഈ പറഞ്ഞ ശരിയാ, ചിക്കൻ 65ന്റെ അകത്തൊക്കെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ ഒട്ടുപിടിക്കും. നമ്മൾ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ടിഷ്യൂ വെച്ചിട്ടൊന്ന് തൊട്ട് കഴിഞ്ഞാൽ അറിയാം ഇവിടെ ആ ചുവപ്പ് വരുന്നത്. അതെല്ലാം ആർട്ടിഫിഷ്യലായിട്ടുള്ള കളേഴ്സാണ്. അതിനെ ഗവൺമെന്റ് പറയുന്ന അപ്രൂവ്ഡ് കളേഴ്സ്, അത് വേണമെങ്കിൽ ഉപയോഗിച്ചോളാൻ. അത് അപ്രൂവ്ഡ് ആണെങ്കിൽ അതോടെ ജൈവമായത്, അത് പ്യൂർലി സിന്തറ്റിക് ആണ്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഇതെല്ലാം പ്രശ്നങ്ങളാണ്. ഇതൊരു വലിയൊരു സബ്ജക്റ്റാണ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ. അപ്പൊ അതിന് നമ്മൾ ഇത് മനസ്സിലാക്കുക. മൈക്കൽ പോളന്റെ ഞാൻ ഇട്ടുതരാം, അത് തന്നെ സിമ്പിളായിട്ട്, ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ മൈക്കൽ പോളന്റെ ഇൻ ഡിഫൻസ് ഓഫ് ഫുഡിന്റെ ആ ഒരു 10 റൂളുണ്ട്, ഫുഡ് റൂൾസ് എന്ന് പറഞ്ഞിട്ട്, അത് ഇട്ടുതരാം. ഓക്കെ, താങ്ക് യു.
തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.